സ്വകാര്യ ബസ്സുകളുടെ അപകടകരമായ യാത്ര തടയാൻ കർശന നടപടിയുമായി കോഴിക്കോട് മോട്ടോർ വാഹന വകുപ്പ്. ബസ്സുകൾ അപകടകരമായി ഓടിക്കുന്നത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ വീഡിയോ സഹിതം മോട്ടോർ വാഹന വകുപ്പിന് അയച്ചു നൽകുകയാണെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന് കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് RTO സന്തോഷ് കുമാർ അറിയിച്ചു. ട്രാഫിക് നിയമലംഘനങ്ങൾ പൊതുജനങ്ങൾക്ക് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള അവസരം കൂടിയാണ് ഇതോടെ ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് സ്വകാര്യ ബസ്സുകളുടെ പുറകിൽ മോട്ടോർ വാഹന വകുപ്പിനെ ബന്ധപ്പെടാൻ ആവശ്യമായ വിവരങ്ങൾ അടങ്ങിയ സ്റ്റിക്കർ ഒട്ടിച്ചത്. സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന ഗതാഗത ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ ദൃശ്യത്തിൽ കാണുന്ന ഈ മൊബൈൽ ഫോൺ നമ്പറിൽ വീഡിയോ പകർത്തി അയക്കാവുന്നതാണ്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശരിയായ നടപടി സ്വീകരിക്കുക എന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് ലക്ഷ്യമിടുന്നത്. അയച്ചു കൊടുക്കുന്ന വീഡിയോ പരിശോധിച്ച ശേഷം ഉടനടി നടപടിയെടുക്കുമെന്ന് കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് RTO സന്തോഷ് കുമാർ പറഞ്ഞു. സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകൾ വീഡിയോ സഹിതം റെക്കോർഡ് ചെയ്ത് ഈ നമ്പറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ആക്ഷൻ എടുക്കും. അതുപോലെ തന്നെ ബസ്സുകളുടെ വയലേഷൻസ് ഓണറെ അറിയിക്കാൻ വേണ്ടി ഓണർ നമ്പറും ഇതിൽ കൂടി എൻഫോഴ്സ്മെൻറ്റ് RTOയുടെ നമ്പറിൻ്റെ താഴ്ഭാഗത്ത് അവരുടെ നമ്പറും ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓണർക്കും ആ ബസ്സിൻ്റെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. എന്തെങ്കിലും ഓഫൻസ് ഉണ്ടായത് ശരിയാണോ എന്നൊരു അസർട്ടൈൻ ചെയ്യാൻ ആ ഓണർക്കും സാധിക്കും. വർദ്ധിച്ചു വരുന്ന ബസ് അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കുവാനും സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുവാനും ഇതിലൂടെ സാധിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കണക്കുകൂട്ടുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.